ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവാൽ തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സത്യമജകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ വിചാരങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാണ്. സകലവും അവിടുത്തെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. നാം കണക്ക് ബോധിപ്പിക്കേണ്ടതും ദൈവത്തിൻ്റെ സന്നിധിയിലാണ്. സത്യവചനം യഥാർത്ഥമായി വിഭാഗിച്ചുകൊണ്ട് ലജ്ജ വരാത്ത വേലക്കാരനായി നിന്നെ തന്നെ ദൈവത്തിന് കൊള്ളാവുന്നതിനായിരിക്കാൻ ശ്രമിക്കുക. ഓഗസ്റ്റ് മാസം 5-ാം തീയതി ക്രിസ്തുവർഷം 2026 പാലാരിവട്ടം ബൈബിൾ ചർച്ച് മലയാളം കൂട്ടായ്മയിൽ നിന്ന് ദൈവകൃപയാൽ ദൈവവചനവുമായി ഒരിക്കൽ കൂടി വിൻസെൻ്റ് തോമസ്. ദൈവം ഓരോ ബുധനാഴ്ചയും നൽകുന്ന പുതിയ അവസരങ്ങൾക്കായിട്ട്, ദൈവകൃപയ്ക്കായിട്ട്, അതിനുവേണ്ടി ഒരുക്കാനുള്ള കൃപയ്ക്കായിട്ട് ഞാൻ ദൈവത്തിന് വ്യക്തിപരമായിട്ട് നന്ദി പറയുന്നു. എന്നെ കേൾക്കുന്ന ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും നേർന്നുകൊള്ളുന്നു. ഇന്നത്തെ തിരുവചന വായനയ്ക്ക് എടുത്തിരിക്കുന്ന വേദഭാഗം നാം കഴിഞ്ഞ ആഴ്ച പരിഗണിച്ച റോമാലേഖനത്തിൽ നിന്നും എബ്രായ ലേഖനത്തിൽ നിന്നും നാം പഠിച്ചു വരുമ്പോൾ അതിലേറ്റവും പ്രധാനമായിട്ടുള്ള ഒരു സത്യം, മനുഷ്യനെ സംബന്ധിച്ച ഏറ്റവും വലിയ അറിവും അത് വിശ്വസിക്കേണ്ടതും ഇത്ര വലിയ രക്ഷ എന്ന് വേദപുസ്തകം പറയുന്ന, ദൈവവചനം പറയുന്ന, ദൈവം നമ്മളോട് പ്രഖ്യാപിക്കുന്ന രക്ഷ തന്നെയാണ്. അതിനോടുള്ള ബന്ധത്തിലാണ് നമ്മൾ പഠിച്ചു വരുന്നത്. എബ്രായ ലേഖനമാണെങ്കിലും നമ്മൾ അത് വേറൊരു പുസ്തകം റോമാലേഖനം അതിൽ കൂടി നമ്മൾ കടക്കുകയും അതിൽ നിന്ന് അതീവ ശക്തമായ ഉപദേശങ്ങൾ, പ്രത്യേകിച്ച് ക്രിസ്തുയേശുവിൽ മാത്രമാണ് രക്ഷ, അവൻ്റെ യോഗ്യതയാണ്, അവൻ്റെ അനുസരണമാണ്, അവൻ്റെ വ്യക്തിത്വമാണ്, അവൻ്റെ കാൽവരി മരണമാണ് നമുക്ക് രക്ഷയ്ക്ക് ആധാരമായിരിക്കുന്നുള്ളതിനുള്ള വേദഭാഗമാണ്. അതുകൊണ്ട് ഇന്ന് റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് ഇന്നത്തെ ക്ലാസ് നമുക്ക് ആരംഭിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ ലംഘനത്തിൻ്റെ കാര്യവും കൃപാവരത്തിൻ്റെ കാര്യവും ഒരുപോലെയല്ല. ഏകൻ്റെ ലംഘനത്താൽ അനേകർ മരിച്ചു എങ്കിൽ ദൈവകൃപയും ഏക മനുഷ്യനായ യേശുക്രിസ്തുവിൻ്റെ കൃപയാലുള്ള ദാനവും അനേകർക്ക് വേണ്ടി ഏറ്റവും അധികം കവിഞ്ഞിരിക്കുന്നു. ഏകൻ പാപം ചെയ്തതിൻ്റെ ഫലവും ദാനത്തിൻ്റെ കാര്യവും ഒരുപോലെ അല്ല. ഏകൻ്റെ പാപം ശിക്ഷാവിധി കൽപ്പിപ്പാൻ ഹേതുവായി തീർന്നു. കൃപാവരമോ അനേക ലംഘനങ്ങളെ മോചിക്കുന്ന നീതീകരണ വിധിക്ക് ഹേതുവായി തീർന്നു. ഏകൻ്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണു എങ്കിൽ കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കുന്നവർക്ക് യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. അങ്ങനെ ഏകലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ ഏകനീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു. ഏക മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകൻ്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായിത്തീരും. എന്നാൽ ലംഘനം പെരുകിയെടുത്ത് ന്യായപ്രമാണവും ഇടയിൽ ചേർന്നു വന്നു. എങ്കിലും പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. പാപമരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നീതിയാൽ നിത്യജീവനായി വാഴേണ്ടതിന് തന്നെ. തീർച്ചയായിട്ടും നമുക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് നമുക്ക് ആരംഭിക്കാം. സ്വർഗീയ പിതാവേ, കൂട്ടിവരുത്തിയ കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു. ഞങ്ങളെ അവിടുത്തെ വചനം പഠിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ വ്യക്തിയിൽ ഞങ്ങളുടെ രക്ഷ ആധാരമായിരിക്കാൻ അത് ഞങ്ങളെ മനസ്സിലാക്കി തരുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മ ഞങ്ങളെ സഹായിക്കണമേ. ഹൃദയ ദൃഷ്ടി പ്രകാശിപ്പിക്കുകയും ഹൃദയ കണ്ണുകളെ തുറന്ന് ദൈവിക സത്യങ്ങൾ മനസ്സിലാക്കുവാനും വിശ്വസിക്കുവാനും അവിടെ ഇടയാക്കണമേ എന്ന് നിങ്ങൾ അപേക്ഷിക്കുന്നു.
നന്ദിയും സ്തുതിയും സ്തോത്രവും സ്വീകരിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലാകിയാൽ സ്വീകരിക്കണമേ സ്വർഗീയ പിതാവേ. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നിന്ന് ആരംഭിക്കുമ്പോൾ ഓർത്തിരിക്കേണ്ടത് നമ്മൾ എബ്രായ ലേഖനമാണ് നമ്മുടെ പ്രധാന വിഷയം. നമ്മൾ പഠിച്ചു വരുന്നത് എബ്രായ ലേഖനമാണ്, അതിൻ്റെ മുഖവരെയാണ്. മൊത്തത്തിൽ നമ്മൾ മുകളിൽ നിന്ന് ആകാശത്ത് ഉയരങ്ങളിൽ കയറി താഴേക്ക് നോക്കുകയാണ്. ദൈവത്തിൻ്റെ വെളിപ്പാടിലൂടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ മൊത്തമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ഒരു പഠനമാണ് നാം മുഖവര എന്നുള്ള തലക്കെട്ടിൽ എബ്രായ ലേഖനത്തിൽ ഉദ്ദേശിക്കുന്നത്. എന്നാൽ എബ്രായ ലേഖനം നമ്മൾ പഠിച്ചു വരുമ്പോൾ പലപ്പോഴും നമ്മൾ അത് ദീർഘനാളുകളെടുക്കേണ്ട ഒരു പഠനമായതുകൊണ്ട് പലപ്പോഴും മറ്റുള്ള വേദഭാഗങ്ങൾ നമുക്കത് നമ്മൾ മറക്കാനോ അതിൽ നിന്ന് പല കാര്യം ഓർക്കുവാനും നമുക്ക് അസാധ്യമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും എബ്രായ ലേഖനം പഠിക്കുന്നതിനോടൊപ്പം തന്നെ റോമാലേഖനത്തിൽ നിന്നുള്ള ദൈവിക സത്യങ്ങളും കൂട്ടിച്ചേർത്ത് നമ്മുടെ ആത്മീയ ജീവന്, നമ്മുടെ രക്ഷയ്ക്ക് ദൈവം തൻ്റെ പുത്രനിൽ ഒരുക്കിയിരിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കുവാൻ നമുക്ക് വരണം. അതുകൊണ്ടാണ് ഇന്നത്തെ പഠനം നമ്മൾ സമ്മിശ്രിതമായിട്ട് പഠിക്കാൻ ശ്രമിക്കുന്നത്. ആദാമിൽ കോട്ടം, അതാണ് എബ്രായ ലേഖനം റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 15 മുതലുള്ള വാക്യങ്ങൾ. എന്നാൽ യേശുക്രിസ്തുവിൽ നേട്ടം, അതാണ് നമുക്ക് ദൈവം തൻ്റെ കൃപയാൽ നമുക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആദാമിൽ പാപികളായി തീർന്നു, മരണം നമ്മളിലേക്ക് വന്നു, ശിക്ഷാവിധി നമ്മളിലേക്ക് വന്നു, അങ്ങനെ എല്ലാവരും പാപികളായി തീർന്നു. അത് ആദാമിൻ്റെ പാപനിമിത്തമാണ് എന്നാണ് വേദപുസ്തകം പറയുന്നത്. എന്നാൽ ഏകൻ്റെ അനുസരണക്കേടിനാൽ, അപ്പോൾ ഒരു താരതമ്യ പഠനം ഇവിടെ നടക്കുകയാണ്. പ്രതിരൂപമായ, വരാനുള്ളവൻ്റെ പ്രതിരൂപമായ യേശുക്രിസ്തു, സാക്ഷാൽ രൂപമായി മനുഷ്യനെ അവതരിച്ച യേശുക്രിസ്തു. അപ്പോൾ പ്രതിരൂപം, സാക്ഷാൽ രൂപം. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഒരു മനുഷ്യനെന്നുള്ള നിലയിൽ ആദാമിൻ്റെ മക്കളായി പാപികളായി ശിക്ഷാവിധിക്ക് വിധേയരായി മരണത്തിന് വിധേയരായി അത് എല്ലാവരിലേക്കും പടർന്നിരിക്കുകയാണ്. എന്നിലും എൻ്റെ മക്കളിലും എൻ്റെ കൊച്ചുമക്കളിലും പടർന്നിരിക്കുന്നു. ആദാമിൻ്റെ മൊത്തം മക്കളിൽ അത് വ്യാപരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ കാര്യം നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. എങ്ങനെ പാപം വന്നു, അതിൻ്റെ ശിക്ഷ എന്താണ്, അതിനെങ്ങനെയാണ് ദൈവം പ്രതിവിധി നടത്തിയത്. അപ്പോൾ അത് നമ്മൾ വായിച്ചു വരുമ്പോൾ ആദാമിൽ കോട്ടം, യേശുവിൽ നേട്ടം. ആദാം വരുവാനുള്ള പ്രതിരൂപം, യേശു വന്ന സാക്ഷാൽ രൂപം. അപ്പോൾ നമ്മൾ 15-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചപ്പോൾ ദൈവകൃപയിൽ ഏക മനുഷ്യനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയാലുള്ള ദാനം. അതുകൊണ്ട് ആദാമിൽ നമുക്ക് കൃപ ലഭിച്ചില്ല. കാരണം എന്തുപറ്റി? അവൻ പാപിയായി തീർന്നു, പാപം ചെയ്തു പാപിയായി തീർന്നു, ഒരു മക്കളും പാപിയായി തീർന്നു. അവൻ്റെ ലംഘനമാണ് ദൈവം കണക്കിടുന്നത്. അത് വളരെ ശക്തമായ ദൈവിക ഉപദേശമാണ്. നമ്മളെ എല്ലാവരെയും കണക്കിടുന്നത് ആദാമിലാണ്. ആ കണക്ക് മുഴുവൻ യേശുക്രിസ്തുവിൽ തീർത്താൽ ദൈവത്തിന് നമ്മളെ രക്ഷിക്കാൻ കഴിയും. ഇത് സിമ്പിൾ മാത്തമാറ്റിക്സ് ആണ്. അതുകൊണ്ട് വേദപുസ്തകം പറയുന്നത്, ഇതിനെ കണക്ക് ബോധിപ്പിക്കുന്നതിനെക്കുറിച്ച് ഇംഗ്ലീഷിൽ പറയുന്നത് ഇമ്പ്യൂട്ടേഷൻ എന്നാണ്. നമ്മുടെ സകല പാപങ്ങളും, നമ്മുടെ ശിക്ഷാവിധിയും, നമ്മുടെ എല്ലാ കാര്യങ്ങളും, മരണവും പുനരുത്ഥാനവും എല്ലാം അത് ആദാമിൽ കണക്കിടുകയും അത് മുഴുവൻ മൊത്തത്തിൽ കർത്താവ് യേശുക്രിസ്തുവിൽ അത് കണക്കിടുകയും ചെയ്തു. അതുകൊണ്ട് നമുക്ക് ദൈവത്തെ നമ്മളെ രക്ഷിക്കാൻ കഴിയും. പരിശുദ്ധനായ ദൈവം പരിപൂർണമായിട്ട് പരിശുദ്ധനാണ്. അവൻ്റെ സന്നിധിയിൽ പാപത്തിനോ ഒരു ക്ഷമയും ലഭിക്കാൻ പറ്റാത്ത രീതിയിൽ ഉള്ള ഒരു സ്വഭാവക്കാരനാണ് ദൈവം. എന്നാൽ തൻ്റെ സ്നേഹത്തിൽ, തൻ്റെ കൃപയിൽ, തൻ്റെ നീതിയിൽ ദൈവം തൻ്റെ പുത്രനിൽ ഒരു പരിഹാരം കണ്ടെത്തുവാൻ നിത്യനായ ദൈവം തൻ്റെ സ്നേഹത്തിൽ കണ്ടെത്തിയെന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും അനുഗ്രഹീതമായ വിഷയം. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ ധാരാളം പേരിത് കേട്ട് അത് വിശ്വസിച്ച് നിത്യജീവന് അർഹരായിത്തീരുന്നതാണ്. ദൈവം ലോകത്തെ സ്നേഹിച്ചു, തൻ്റെ പുത്രനെ അയച്ചു. എന്തിനു വേണ്ടിയാണ്? നമുക്ക് നിത്യജീവൻ ലഭിക്കുന്നത്. ആരും നശിച്ചു പോകാതെ നിത്യജീവൻ ലഭിക്കേണ്ടതിന് വേണ്ടി. ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. നമ്മൾ പ്രൊട്ടസ്റ്റൻ്റ്
നവീകരണത്തിൻ്റെ, അത് റോമൻ കത്തോലിക്ക സഭയിൽ അന്നുണ്ടായ പാഷണ്ഡതയ്ക്കെതിരായിട്ടുള്ള ദൈവത്തിൻ്റെ ഒരു നവീകരണമായിരുന്നു മാർട്ടിൻ ലൂതർ വഴി അന്ന് സംഭവിച്ചത് 1517. ഈ മാർട്ടിൻ ലൂതറിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു വിഷയമായിരുന്നു. ഞാൻ പാപിയാണ്, ഈ പാപിയായ മനുഷ്യനെ ദൈവം ശിക്ഷിക്കും, ഞാൻ നരകത്തിൽ പോകും, നരകശിക്ഷ നിത്യതയിൽ അനുഭവിക്കേണ്ടി വരുമെന്നുള്ള ഭയാനകമായ ചിന്തയാണ് അദ്ദേഹത്തെ വേദപുസ്തകം വായിക്കാനും വേദപുസ്തകം റോമാലേഖനം വായിക്കുവാനും. വിശ്വാസത്താലാണ് മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നത്, വിശ്വാസത്താൽ ജീവിക്കും, വിശ്വാസം നീതീകരിക്കപ്പെടും എന്നുള്ള കാര്യങ്ങൾ അവന് ബോധ്യമായത്. എങ്ങനെ പരിശുദ്ധനായ ദൈവത്തിന് ഒരു പാപിയായ മനുഷ്യനെ രക്ഷിക്കാൻ കഴിയും? റോമാലേഖനം നമ്മൾ വായിച്ചു കഴിയുമ്പോൾ അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 15-21 വായിക്കുമ്പോൾ അതിനുള്ള ഉത്തരങ്ങൾ നമുക്ക് ലഭിക്കുകയാണ്. ഏക മനുഷ്യൻ ആദാമിൽ നമുക്ക് കോട്ടം വന്നിരിക്കുകയാണ്. എന്നാൽ ഇതാ യേശു ക്രിസ്തു, തന്നെ ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തു നമുക്ക് നേട്ടം ഉണ്ടാകുകയാണ്. അതുകൊണ്ട് നിങ്ങൾ കോട്ടത്തിൽ ഉള്ളവരായിരിക്കണമോ നേട്ടത്തിലുള്ളവർ? തീർച്ചയായിട്ടും നമ്മുടെ തിരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും യേശു ക്രിസ്തു അതിൻ്റെ നേട്ടവും ആയിരിക്കണം എന്ന് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ 15-ാം വാക്യത്തിൽ ഏക മനുഷ്യനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയാലുള്ള ദാനം, ആ ദാനമാണ് ഈ രക്ഷ എന്ന് നമ്മൾ പറയുന്നത്. അത് കൃപദാനമാണ്. അത് നമ്മൾ വിശ്വാസം സ്വീകരിക്കുക മാത്രമാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. 16-ാം വാക്യം അനേക പാപങ്ങളെ മോചിക്കുന്ന നീതീകരണം, പാപമോചനം. അതുപോലെ തന്നെ 16-ാം വാക്യത്തിൽ അനേക പാപങ്ങളെ മോചിക്കുന്ന നീതീകരണം. 17-ാം വാക്യം ഏക നിമിത്തം ജീവനിൽ വാഴും. ആ ഏകനാണ് കർത്താവായ യേശു ക്രിസ്തു. നമ്മുടെ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ഞായറാഴ്ച വരുന്ന സൺഡേ ക്ലാസ്സിൽ നിങ്ങൾ ശ്രദ്ധിക്കും എങ്കിൽ അവിടെ എന്തിനാണ് ആ സുവിശേഷം എഴുതപ്പെട്ടത്? അപ്പോൾ എന്തുകൊണ്ട് എഴുതി? നമുക്ക് ജീവനുണ്ടാകേണ്ടത്. നാം മരിച്ചവരാണ്. അത് മരിച്ചവരാണ് എന്ന് വ്യക്തമായിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നത് നമ്മൾ എഫേസ്യർ 2-ാം അധ്യായം വായിക്കും. അതിക്രമങ്ങളെയും പാപങ്ങളും മരിച്ചവരായ നിങ്ങളെ അവൻ ജീവിപ്പിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ആദാമിൽ നാം മരിക്കും എന്നുള്ളത് തീർച്ചയാണ്. മരിച്ചവരായിട്ട് നമ്മൾ ജനിക്കുന്നു, നമ്മൾ ഭൗതിക മരണത്തിലേക്ക് കടക്കും. എന്നാൽ ഇതിനിടയ്ക്ക് ദൈവം തൻ്റെ കൃപയിലെ ഒരു ദാനം നമുക്ക് നൽകുന്നു. അതാണ് കർത്താവായ യേശു ക്രിസ്തു. അവൻ എന്ത് ചെയ്തു എന്നുള്ളതാണ് വിഷയം. അതിൻ്റെ അനേക പാപങ്ങളെ 16-ാം വാക്യം അനേക പാപങ്ങളെ മോചിക്കുന്ന നീതീകരണം. അതുപോലെ തന്നെ 17-ാം വാക്യം ഏക നിമിത്തം ജീവനിൽ വാഴും, റെയിനിങ് ഇൻ ലൈഫ്. നമ്മളെ ഇന്ന് ഭരിക്കുന്നത് എന്തോന്നാണ്? മരണമാണ് ഭരിക്കുന്നത്. ഡെത്ത് ഈസ് റെയിനിങ് അസ്. കർത്താവായ യേശു ക്രിസ്തു മോഹൻ നമുക്ക് ജീവനിൽ വാഴാനുള്ളൊരവസരം. അതാണ് നമ്മൾ യേശുവിൽ നേട്ടം എന്നിവിടെ പറയാൻ ഇടയായത്. 18-ാം വാക്യത്തിൽ ഏകൻ്റെ ഏകനീതിയാൽ, ഏകൻ എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. സാക്ഷാൽ രൂപമായ മനുഷ്യാവതാരം ചെയ്ത കർത്താവായ യേശു, അവനാണ് ഏകൻ്റെ ഏകനീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു. എത്രയോ ഇത് നമ്മൾ ചിന്തിക്കുകയും മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യേണ്ട ആവശ്യം. അവിടെയാണ് പരിശുദ്ധാത്മാവിൻ്റെ നമ്മളിലെ പ്രവർത്തനം വരുന്നത്. കാര്യങ്ങൾ ബോധ്യം വരുന്നത്, കൺവിൻസിങ് മിനിസ്ട്രി. കാര്യങ്ങളെക്കുറിച്ച് ബോധ്യം വരും നമുക്ക്. നമ്മൾ ആദാമിലാണ് പാപം, ആദാമിലാണ് കൗണ്ട് ചെയ്യുന്നത്, അതിൽ കണക്കിടുന്നത്, അതിൽ കർത്താവ് യേശു ക്രിസ്തുവിൽ കൗണ്ട് ചെയ്യും. നമുക്കിന്ന് കൃപയിലേക്കുള്ളൊരു പ്രവേശനം. അതുകൊണ്ട് 5-ാം അധ്യായം നമ്മൾ ശ്രദ്ധിച്ചാൽ 1-ാം വാക്യത്തിൽ എന്താ പറയുന്നത്? വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നമ്മൾ ശത്രുക്കളായിരുന്നു, മരിച്ചവരായിരുന്നു. ഇതാ ജീവനുള്ളവരായി, ദൈവമായിട്ട് ബന്ധം, ദൈവമായിട്ടുള്ള സമാധാനം. ദി വാർ ഈസ് ഓവർ. പാപിയായ മനുഷ്യൻ്റെ ദൈവമായിട്ടുള്ള ശത്രുത മാറി അവിടെ ദൈവമായിട്ട് രമ്യത വരുന്നു, സമാധാനം. അത് കർത്താവ് യേശു ക്രിസ്തുവിന് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു പ്രവൃത്തിയാണ് എന്നുള്ളത് ഞാൻ വീണ്ടും ഓർപ്പിക്കുകയാണ്. 19-ാം വാക്യത്തിൽ ഏകൻ്റെ അനുസരണത്താൽ, ഏകൻ്റെ അനുസരണക്കേട്. അതാരുടെ അനുസരണക്കേടാ? യേശു ക്രിസ്തുവിൻ്റെ പ്രതിരൂപമായ ആദാമിൻ്റെ ഏകൻ്റെ അനുസരണക്കേടിനാൽ. അതാണ് വിഷയം. എന്നാൽ 19 ഏകൻ്റെ അനുസരണത്താൽ, അവൻ്റെ അനുസരണം, അനേകർ നീതിമാന്മാരായി തീരും.
ഇത് എൻ്റെ ക്രിസ്തീയ ജീവിതത്തിലും എന്നെ സ്വാധീനിച്ച വളരെ ശക്തമായൊരു ദൈവിക ഉപദേശമാണ്, ദൈവശാസ്ത്രമാണ്. നമ്മുടെ പാപങ്ങൾക്ക് ആദാം പാപം ചെയ്തു, ആദാമിൻ്റെ പാപം നമ്മളിൽ കൗണ്ട് ചെയ്തു, അതിനുള്ള മരണവിധേയരായി, നമുക്ക് വിധി ലഭിക്കുന്നു, നമ്മൾ ശിക്ഷ ലഭിക്കുന്നു, ദൈവം നമ്മളെ നിത്യനരകാഗ്നിയിലേക്ക് നമ്മളെ തള്ളിവിടാം. അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തി നമ്മൾ മേലെ വായിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഏകൻ്റെ മരണത്താൽ, ഏകൻ്റെ കൃപയാൽ നമുക്ക് നീതീകരണം, നമുക്ക് ജീവൻ ലഭിച്ചിരിക്കുകയാണ്. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന അനുസരണം എവിടെ നിന്ന് വരും? ആദാം ചെയ്ത അനുസരണക്കേടാണ്. എന്താണ് അനുസരണക്കേട്? തിന്നരുതെന്ന് പറയുന്ന കനി തിന്നു, നന്മ തിന്മകളുടെ വൃക്ഷത്തിൽ തിന്ന്. ആ അനുസരണം എവിടെ നിന്ന് വരും? അപ്പോൾ നമ്മുടെ രക്ഷ എന്നുള്ളത് യേശുക്രിസ്തു അനുസരണത്തിലും, അവൻ ദൈവമായിരിക്കെ തന്നെ താഴ്ത്തി, ക്രൂശിലെ മരണത്തോളം താഴ്ത്തി. എന്തിനു വേണ്ടി? നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി. അത് എന്തിനു വേണ്ടിയാണ്? അതാണ് അവൻ്റെ അനുസരണം. അവൻ മരണം വരെ അവൻ അനുസരിച്ചു. ജീവിതത്തിൽ പാപം ചെയ്യാതെ പിതാവിനെ പൂർണ്ണമായി അനുസരിച്ച ഒരു വ്യക്തി, അതാണ് യേശുക്രിസ്തു. അവൻ്റെ അനുസരണവും നമുക്ക് ആവശ്യമാണ്. ആ അനുസരണം നമ്മുടേതായിട്ട് കണക്കിടുകയാണ്. അപ്പോൾ ആദാമിൻ്റെ പാപത്തിൻ്റെ സകല പ്രശ്നങ്ങളും ക്രിസ്തുവിൽ കണക്കിട്ടു. അതുമാത്രമല്ല, ക്രിസ്തുവിൻ്റെ അനുസരണം അതും നമ്മുടെ കണക്കിടുവാണ്. ഇപ്പോൾ രണ്ട് തരത്തിലുള്ള കണക്കിടൽ എങ്കിലും നമുക്കിവിടെ കാണാൻ പറ്റും. ഒന്ന് നമ്മുടെ പാപത്തിൻ്റെ പരിഹാരം, രണ്ട് അവൻ്റെ അനുസരണം. രണ്ടും കൂടി നമുക്ക് കണക്കിടുമ്പോൾ, അത് നമ്മൾ വിശ്വാസത്താൽ സ്വീകരിക്കുമ്പോൾ, ദാനമായിട്ട്, കൃപയാൽ ദാനമായിട്ട് യേശുക്രിസ്തുവിൽ നമ്മൾ സ്വീകരിക്കുമ്പോൾ, നമുക്ക് ദൈവം നമുക്ക് നിത്യജീവൻ നൽകുന്നു, നമ്മുടെ ജീവിതത്തിൽ പേരെഴുതുന്നു, നമുക്ക് ദൈവമായ സമാധാനം ഉണ്ടാകുന്നു. ഇതിൽ വലിയ ഒരു സദ്വാർത്ത, ഒരു നല്ല വിശേഷം, ഒരു നേട്ടത്തിൻ്റെ വിഷയം ഈ പ്രപഞ്ചത്തിൽ ആർക്കും നൽകാൻ സാധിക്കുകയില്ല. അപ്പം അങ്ങനെ 19-ാം വാക്യത്തിൽ ഏകൻ്റെ അനുസരണത അനേകർ നീതിമാനായിത്തീരും. 21-ാം വാക്യം കൃപ നിത്യജീവനായി വാഴും. അതുകൊണ്ടാണ് നമ്മൾ വിശ്വസിക്കുന്ന മാത്രയിൽ ആ നിമിഷം മുതൽ നമ്മൾ നിത്യജീവനുള്ളവരാണ്. ആ നിത്യജീവൻ നമ്മളിൽ വാഴേണ്ടതാണ്. എന്നാൽ എബ്രായലേഖനമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ വിശ്വസിച്ച് മുന്നോട്ട് വന്നവർ, അവർ വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നു പോയപ്പോൾ അവർ ഒഴുകിപ്പോകാനും അനുസരണക്കേട് അണിക്കാനും അവിശ്വാസികളെ ജീവിക്കാനൊക്കെ തുടങ്ങി. അതുകൊണ്ട് എബ്രായലേഖനം നമ്മൾ വായിക്കുമ്പോൾ ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകുകയാണ്. നിങ്ങൾ ഇത്ര വലിയ രക്ഷയാണ് നിങ്ങൾക്ക് ദാനമായി നൽകിയിരിക്കുന്നത്. നമ്മൾ എബ്രായലേഖനം പഠിച്ചു വരുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അത് അപ്രീഷിയേറ്റ് ചെയ്യും. അവിടെ നമുക്ക് രണ്ട് ദൈവ പദ്ധതികളെക്കുറിച്ച് കാണാം. ഒന്ന് ഇസ്രായേലിനെ സംബന്ധിച്ച് പറയുകയാണ്, അവരും കേട്ടു, ദേവരോട് സംസാരിച്ചു, അവർ കേട്ടു, എന്നാൽ അവരിൽ അത് വിശ്വാസമായി മാറിയില്ല. വിശ്വാസമായി മാറിയല്ലോ പലരും അനുസരണക്കേട് കാണിച്ചു. സഭയോടും പറയുന്ന വിശേഷം ഇതൊക്കെ തന്നെ. ഇതാണ് നമ്മളോടുള്ള സദ്വാർത്ത. ദൈവം നമ്മളോട് സംസാരിക്കുന്നു, തൻ്റെ അപ്പോസ്തലന്മാരോട് സംസാരിച്ചു, വേദത്തിൽ എഴുതി ഞങ്ങളെപ്പോലുള്ളവർ സംസാരിക്കുന്നു, നിങ്ങൾ കേട്ടു, അത് വിശ്വസിക്കുന്നു. എന്നാൽ ഈ കേട്ട് വിശ്വസിച്ചവർക്ക് ഒരു ജാഗ്രതാ നിർദ്ദേശങ്ങളുണ്ട്. നിങ്ങൾ ഇസ്രായേലിനെ പോലെ നിങ്ങൾ മറുതലിക്കുന്നവരോ കഠിന ഹൃദയന്മാരോ അവിശ്വാസികളെ പോലെ ആയിത്തീരരുത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം കൂടി നമുക്കിവിടെ കാണാൻ കഴിയും. അതുകൊണ്ടാണ് രണ്ടും ഒരുമിച്ച് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നത്. കാരണം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്, നമ്മുടെ വിശ്വാസ ജീവിതത്തിന് ബലവും ധൈര്യവും അത് നൽകും എന്നുള്ള യാതൊരു സംശയമില്ല. അപ്പോൾ അങ്ങനെ 21-ാം വാക്യം കൃപ. അതുകൊണ്ടാണ് നമ്മൾ കൃപയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മൾ 8-ാം അധ്യായമൊക്കെ വായിക്കുമ്പോൾ റോമാലേഖനം, നമുക്ക് ദൈവയുടെ സമാധാനം മാത്രമല്ല, നമ്മൾ കൃപയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. 5-ാം അധ്യായം ആണെന്ന് എനിക്ക് തോന്നുന്നു 5-ാം അധ്യായത്തിൽ തന്നെയാണ് അത് എഴുതിയിരിക്കുന്നത്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. 5-ാം വാക്യം 2-ാം വാക്യം, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. അതാണ് ഈ 21-ാം വാക്യം പറയുന്നത്, കൃപയുടെ വാഴ്ച.
മരണം വാണിരുന്ന നമ്മിൽ ഇന്ന് ദൈവകൃപയാൽ യേശുക്രിസ്തുവിൻ്റെ കൃപാദാനം മൂലം നാം ജീവനിൽ വാഴുന്നവരായി തീരുകയാണ്. ഇതാണ് നമ്മൾ റോമാലേഖനം 5-ാം അധ്യായത്തിൽ പഠിക്കാൻ വിഷയമായിരുന്നു. എന്നാൽ ഇന്നത്തെ വിഷയം എന്താണ്? നമ്മൾ എബ്രാഹിമിലേക്ക് വീണ്ടും തിരിച്ചു പോവുകയാണ്. ഇന്നത്തെ വിഷയം ആരുടെ ശബ്ദം നമ്മൾ കേൾക്കുന്നു എന്നതാണ് വിഷയം. കാരണം നമ്മൾ എബ്രായ ലേഖനം വായിക്കുമ്പോൾ ദൈവം പണ്ട് ഭാഗമായിട്ടും പ്രവാചകൻ മുഖാന്തരം പിതാക്കന്മാരോട് സംസാരിച്ചിട്ട് ഈ അന്ത്യകാലത്ത് അവൻ പുത്രൻ മുഖാന്തരം നമ്മോട് സംസാരിച്ചിരിക്കുകയാണ്. അപ്പോൾ രണ്ട് കൂട്ടരെ നമുക്ക് കാണാൻ കഴിയും. പ്രവാചകന്മാർ മുഖാന്തരം സംസാരിച്ച വിഷയം, പുത്രൻ നമ്മളോട് സംസാരിച്ച വിഷയം. എന്നിട്ട് പഴയ നിയമത്തിൽ അവർക്കൊന്ന് സംഭവിച്ചു. അവരുടെ വിശ്വാസ ജീവിതം എങ്ങനെ ആയിരിക്കാനാണ് ദൈവം പ്രതീക്ഷിച്ചത്, അവരനുസരണക്കേട് എങ്ങനെ കാണിച്ചു, അവരെങ്ങനെ ഹൃദയ കാഠിന്യമുള്ളവരായി. അവർ കേട്ട വിഷയം അവർക്കത് വിഷയമായി ഭവിച്ചില്ല, വിശ്വാസമായി ഭവിച്ചില്ല പലരിലും. അത് നമുക്ക് സംഭവിക്കരുതെന്നാണ് ഈ ജാഗ്രതാ നിർദ്ദേശം. നമ്മളും കേൾക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആരെ കേൾക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവവചനം അനുസരിച്ച്, ബൈബിൾ അനുസരിച്ച്, ദൈവത്തിൻ്റെ പ്രഖ്യാപനങ്ങളനുസരിച്ച് നാം കേൾക്കേണ്ടത് ദൈവത്തിൽ നിന്ന് തന്നെ, ദൈവത്തെ തന്നെ കേൾക്കണം. എബ്രായയിലാണ് നമ്മൾ പഠിച്ചു വരുമ്പോൾ ദൈവം സംസാരിച്ചു എന്നുകൊണ്ടാണ് പറഞ്ഞു തുടങ്ങുന്നത്. ഗോഡ് സ്പോക്ക് എന്ന് തന്നെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ദൈവം പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കേൾക്കണം. ക്രിസ്തു പറഞ്ഞ കാര്യങ്ങൾ ദൈവം എന്ത് ചെയ്തു? പിതാവ് പുത്രൻ മുഖാന്തരം നമ്മളോട് സഭയോട് സംസാരിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ക്രിസ്തു, പരിശുദ്ധാത്മാവ്, നമ്മൾ മറ്റുള്ള വേദഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുകയാണ്. അതവർക്ക് വിശ്വാസമായി ഭവിച്ചില്ല. പഴയ ശലോമോൻ്റെ ദേവാലയവും അതിനു മുമ്പുണ്ടായിരുന്ന ദേവാലയമൊക്കെ അവിടുത്തെ ശുശ്രൂഷകളെയൊക്കെ പരിഗണിച്ചുകൊണ്ട് എബ്രായലേഖകൻ പറയുകയാണ്, പരിശുദ്ധാത്മാവ് പറയുകയാണ്, വിശുദ്ധ സ്ഥലത്തേക്കുള്ള പ്രവേശനം അവർക്കുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് പ്രവേശനമുള്ളവരുമുണ്ട്, പ്രവേശനമില്ലാത്തവരുമുണ്ട്. അപ്പോൾ അങ്ങനെ രണ്ട് കൂട്ടരെ കുറിച്ച് ഇവിടെ പറയുകയാണ്. ഒന്നിനെ പഴയ നിയമത്തിലെ വിശ്വാസികളെ സംബന്ധിച്ച് പറഞ്ഞിട്ട് അവർ പറയുകയാണ്, അവർ പലരും അത് വിശ്വാസമായി ഭവിച്ചില്ല, അതുകൊണ്ട് നിങ്ങൾക്കത് സംഭവിക്കരുത്. അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുകയും ആ വിശ്വാസം അത് എത്ര വിലപ്പെട്ട വിശ്വാസമാണ് നമ്മൾ മനസ്സിലാക്കി അതിൽ തുടരേണ്ടതും ദൈവം നമ്മൾ ആഗ്രഹിക്കണം. അതിൻ്റെ ഇന്നത്തെ വിഷയം ആരുടെ ശബ്ദം കേൾക്കണമെന്നുള്ളതാണ്. ദൈവം, ക്രിസ്തു, പരിശുദ്ധാത്മാവ്, ദൈവവചനം. ഇത് നാലും വിട്ടുകഴിഞ്ഞാൽ നമുക്ക് പിന്നെയുള്ള നമ്മുടെ ചോയ്സസ് എന്തൊക്കെയാണ്? നമ്മൾ മനുഷ്യനെ കേൾക്കാം, മനുഷ്യരെ കേൾക്കാം, ബഹുവചനം. ഒരാളെ കേൾക്കുന്ന പല സഭകളുമുണ്ട്. അതുപോലെ മനുഷ്യർ, അതുപോലെ അവരുടെ സംഘടനകൾ, സഭകൾ, അത് പ്ലൂരലായിട്ടാണ് ഞാൻ ഇവിടെ എഴുതിയത്, ബഹുവചനമായിട്ട്. സഭകൾ, ദൈവത്തിൻ്റെ വചനത്തിൽ ഒരു സഭയേ ഉള്ളൂ, അത് യേശുക്രിസ്തുവിൻ്റെ ശരീരമായ സഭയാണ്. അതിലംഗങ്ങളാണ് സാർവത്രിക സഭ എന്ന് പറയുന്നത്. ഒരു സഭയേ ഉള്ളൂ. എന്നാൽ മനുഷ്യരും സംഘങ്ങളും സഭകളും ചേർന്ന് നിന്ന് ധാരാളം അത് വികലമായി തീർന്നിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് മനുഷ്യർ, സംഘടനകൾ, സഭകൾ, മനുഷ്യരാൽ പട്ടം ലഭിച്ചവർ. പട്ടത്വം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. പൗരോഹിത്യം, മനുഷ്യർ പുരോഹിതന്മാരാക്കുന്ന വ്യക്തികളുണ്ട്. മനുഷ്യരായിരുന്നു പഴയ നിയമത്തിൽ ദൈവിക ശുശ്രൂഷകൾ ചെയ്തത്. മനുഷ്യനാൽ നിയോഗിക്കപ്പെട്ട മനുഷ്യരായിരുന്നു. എന്നാൽ ഇതാ നമുക്ക് വേണ്ടി മെൽക്കീസദേക്കിൻ പ്രകാരം ഒരു മഹാപുരോഹിതനെ ദൈവം നൽകിയിരിക്കുകയാണ്. അവൻ്റെ പൗരോഹിത്യമാണ് സാക്ഷാൽ പൗരോഹിത്യം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ദൈവത്തിങ്കിലേക്കും ക്രിസ്തുവിലേക്കും പരിശുദ്ധാത്മാവിലേക്കും ദൈവവചനത്തിലേക്കും നമ്മൾ തിരിയേണ്ടത്, അതിനുള്ളൊരു എളിമ നാം കാണിക്കേണ്ടത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഗുണകരമായിരിക്കും. അല്ല എങ്കിൽ അത് ഈ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പറയുന്നത് പോലെ അത് ആപൽക്കരമായിരിക്കുന്ന ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് ഒരു ഭാഗം ഞാൻ വായിച്ച്, ഒരു 1-ാം അധ്യായത്തിലെ, എബ്രായയിലെ 1-ാം അധ്യായത്തിലെ ചില വാക്യങ്ങൾ വായിച്ച്, 2-ാം അധ്യായത്തിലെ അവർ കേട്ട ചില കാര്യങ്ങളും വായിച്ച്, ഇതിൻ്റെ മധ്യത്തിലാണ് നാം കേൾക്കണം, ദൈവം പറഞ്ഞ് കേൾക്കണം, അത് നമ്മൾ അനുസരണമുള്ളവരാകണം. അത് വിശ്വാസത്താൽ നമ്മളത് സ്വീകരിക്കണം.
അല്ലെങ്കിൽ അത് വളരെ ഗൗരവമായ വിഷയം തന്നെയാണ്. നമ്മൾ എബ്രായ ലേഖനം നമ്മൾ വായിച്ചു വരുമ്പോൾ 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം അവിടെ പറയുന്നത്, ദൈവം ഭാഗം ഭാഗവുമായി വിവിധമായും പ്രവാചകൻ മുഖാന്തരം പിതാക്കൾ അരുളി ചെയ്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. അരുളി ചെയ്തു, അതും സംസാരം തന്നെയാണ്. പക്ഷേ ദൈവമാണ് സംസാരിക്കുന്നതുകൊണ്ടാണ് അരുളി ചെയ്തു എന്നുള്ള നല്ലൊരു വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ എബ്രായ ലേഖനത്തിൻ്റെ 5-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, നീ എൻ്റെ പുത്രൻ, ഞാൻ ഇന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും എന്നും ദൂതന്മാരിൽ ആരോടെങ്കിലും എപ്പോഴെങ്കിലും അരുളി ചെയ്തിട്ടുണ്ടോ? ദൈവം പിതാക്കന്മാരോട് സംസാരിച്ചു. എന്നിട്ട് പറയുകയാണ്, ദൂതന്മാരോട് ആരോടെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ദൈവം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്നാൽ പുത്രനെ സംബന്ധിച്ച് 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ആദ്യജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ സകല ദൂതന്മാർ അവനെ നമസ്കരിക്കണം എന്ന് താൻ അരുളി ചെയ്യുന്നു. താൻ എന്ന് പറയുന്നത് ദൈവമാണത്. ദൈവം അരുളി ചെയ്യുകയാണ്. അപ്പോൾ ഈ കാര്യങ്ങളാണ് നമുക്ക് പ്രധാനപ്പെട്ട വിഷയം. ദൈവം പറഞ്ഞ കാര്യങ്ങൾ, ദൈവത്തിൻ്റെ പുത്രനിലൂടെ പറഞ്ഞ കാര്യങ്ങൾ. അതുമാത്രമല്ല, പിതാവ് പുത്രൻ ആരാണെന്ന് വെളിപ്പെടുത്തി തന്നിരിക്കുക. അപ്പോൾ നമ്മൾ ആര് പറഞ്ഞത് വിശ്വസിക്കും? ദൈവം പറഞ്ഞതും ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ പിന്നെ ആര് പറയുന്നതാണ് വിശ്വസിക്കാൻ പോകുന്നത്? ഇതിൻ്റെ ഒരു തിരഞ്ഞെടുപ്പ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. നമ്മൾ ആരെ കേൾക്കും, ആരെ വിശ്വസിക്കും, ആരെ അനുസരിക്കും എന്നുള്ളത്. അതുമാത്രമല്ല, അതിൻ്റെ 7-ാം വാക്യത്തിൽ, അവൻ കാറ്റുകളെ തൻ്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തൻ്റെ ശുശ്രൂഷമാക്കുന്നു എന്ന് ദൂതന്മാരെക്കുറിച്ച് പറയുന്നു. അപ്പോൾ ഇവിടെ പറയുന്നു, സംസാരിക്കുന്നു, അരുളി ചെയ്യുന്നു എന്നുള്ള ആ ഒരു ക്രിയാപദമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ആരെ നമ്മൾ വിശ്വസിക്കണമെന്നുള്ളത് നമ്മുടെ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ വിഷയമാണത്. നമ്മൾ വ്യക്തിപരമായിട്ട് തിരഞ്ഞെടുക്കണം. യോശുവയൊക്കെ പറഞ്ഞതുപോലെ പഴയ നിയമത്തിൽ, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. അവൻ്റെ വാക്ക് കേട്ട് അവനെ അനുസരിച്ച് ഞങ്ങൾ ജീവിക്കാൻ തയ്യാറാവുകയാണ്. അത് നമ്മൾ തീർച്ചയായിട്ടും അത് ഗുണകരമായ ഒരു തിരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും. 13-ാം വാക്യത്തിൽ, 1-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം അവിടെ വായിക്കുന്നത്, ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാദപീഠമാക്കോളം നീ എൻ്റെ വലത്ത് പതിയിരിക്കുക എന്ന് ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ? അരുളി ചെയ്യുക, അതും സംസാരം തന്നെയാണ്, സ്പീക്കിംഗ്. അപ്പോൾ ദൈവം പറഞ്ഞിരിക്കുകയാണ് ഈ കാര്യങ്ങൾ. അത് നമ്മൾ ഗൗരവമായിട്ട് എടുക്കണം തന്നെയാണ്. എന്നിട്ട് പിന്നെ 2-ാം അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ദൈവം പറഞ്ഞ കാര്യങ്ങൾ, പിതാവ് പറഞ്ഞ കാര്യങ്ങൾ, പുത്രനെക്കുറിച്ച് പിതാവ് പറഞ്ഞ കാര്യങ്ങൾ, ദൂതന്മാരെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ, പുത്രനെ എങ്ങനെ ആരാധിക്കണമെന്ന് പറഞ്ഞ കാര്യങ്ങൾ എല്ലാം പറഞ്ഞതിന് ശേഷം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, നിങ്ങൾ കേട്ട കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ കരുതണം, അല്ലെങ്കിൽ ഒഴുകിപ്പോകുമെന്ന് പറയുന്നത്. അതാണ് ഒന്നാമത്. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാവുന്നു. അപ്പോൾ എൻ്റെ ഇന്നത്തെ വിഷയം ഇതാണ്. ഇത്ര വലിയൊരു രക്ഷ ദൈവം നമുക്ക് വേണ്ടി അതിൻ്റെ പുത്രൻ ഒരുക്കിയിരിക്കുമ്പോൾ നമ്മൾ ആരെ കേൾക്കണം, ആരെ വിശ്വസിക്കണം, ആരെ അനുസരിക്കണം? അതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യവും അതിൻ്റെ ഉത്തരവും അത് തന്നെയാണ്. നമ്മൾ ദൈവത്തെ അനുസരിക്കുന്നവരാവണം, വിശ്വസിക്കുന്നവർ ആകണം എന്നുള്ളത് തന്നെയാണ്. 2-ാം അധ്യായത്തിൽ 1-ാമത്, നാം കേട്ടിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ അവയിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. ഞാൻ POC ബൈബിളുടെ പരിഭാഷയിൽ നിന്ന് വായിക്കുകയാണ്. നമ്മൾ കേട്ട കാര്യങ്ങൾ, ഇന്നത്തെ നാമധേയ ക്രൈസ്തവ സമൂഹത്തിൽ അവർ കേട്ടിട്ടുമില്ല, അവരോടാരും പറഞ്ഞിട്ടുമില്ല, അവരാരും കേട്ടിട്ടുമില്ല. അവർ മുഴുവൻ കേട്ടിരിക്കുന്നത് ഈ സഭയുടെ കാര്യങ്ങളാണ്, അവർ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ. അല്ലാതെ ദൈവം എന്തു പറഞ്ഞിട്ടുണ്ട് അത് ആധികാരികമായി എടുത്ത് അത് വിശ്വസിക്കുന്നവരാകണം. അങ്ങനെയുള്ളവർ വളരെ ദുർലഭമാണ്. അങ്ങനെ എല്ലാവരും ആയിരുന്നെങ്കിൽ എൻ്റെയൊക്കെ ശുശ്രൂഷയ്ക്ക് ആവശ്യമില്ലായിരുന്നു. ഒരാവശ്യം വന്നിരിക്കുന്നത് അങ്ങനെ ഇല്ല. അവർ മനുഷ്യരെ കേൾക്കുന്നവരും മനുഷ്യരെ വിശ്വസിക്കുന്നവരും മനുഷ്യരെ പ്രീതിപ്പെടുത്തുന്നവരുമാണ്. നമുക്കറിയാം, കർത്താവിനെ കുറിച്ച് പിതാവ് പറഞ്ഞ ഒരു സന്ദർഭമുണ്ട്.
പറഞ്ഞു, ഇത് എൻ്റെ പ്രിയപുത്രൻ, ഇവനെ കേൾക്കും. ലിസൺ ടു ഹിം എന്നാണ് പറഞ്ഞത്. ഹിയർ ഹിം എന്നാണ് ഇംഗ്ലീഷിൽ പറഞ്ഞത്. അവനെ കേൾക്കണം. അപ്പം ശബ്ദങ്ങൾ, ഒരുപാട് ശബ്ദങ്ങളുള്ള ഈ ലോകത്തിൽ അതിലൊരു ശബ്ദം ഞാനും കൂടിയാണ്. എന്നാൽ ദൈവശബ്ദം ദൈവവചനത്തിൽ നിന്ന് കേട്ട് അത് നമ്മൾ വിശ്വസിച്ച് അതിന് അനുഗ്രഹങ്ങളിലേക്ക് നാം പ്രവേശിക്കേണ്ടത് ആവശ്യമാണ്. എൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം, ഇത്ര മഹത്തായ രക്ഷയെ അവഗണിക്കുന്ന നാം ശിക്ഷയിൽ നിന്ന് എങ്ങനെ ഒഴിവാക്കപ്പെടും? ആരംഭത്തിൽ കർത്താവ് തന്നെയാണ് അത് പ്രഖ്യാപിച്ചത്. ഇത്ര വലിയ രക്ഷയെക്കുറിച്ച് എബ്രായ ലേഖനം എഴുതുകയാണ് പരിശുദ്ധാത്മാവിൽ. ഇത് പറഞ്ഞു തുടങ്ങിയത് കർത്താവ് തന്നെയാണ്. അതുകൊണ്ട് കർത്താവിനെ നമ്മൾ കേൾക്കണം, നമ്മൾ വിശ്വസിക്കണം, അനുസരിക്കണം. എൻ്റെ 3-ാം അധ്യായത്തിൽ എബ്രായയിലെ 3-7-ാം അധ്യായം പരിശുദ്ധാത്മാവ് പറയുന്നത് പോലെ, ഇന്ന് നിങ്ങൾ അവിടുത്തെ സ്വരം ശ്രവിക്കുമ്പോൾ മരുഭൂമിയിലെ കാലത്തുണ്ടായ പ്രകോപനത്തിൽ എന്നതുപോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. പാപിയായ മനുഷ്യൻ്റെ ഒരു പ്രത്യേകത ഏതാണ്? നമ്മുടെ ഹൃദയം അത് കാഠിന്യമുള്ളതാണ്. അത് മാർദ്ദവമാകണമെങ്കിൽ ദൈവസന്നിധിയിലേക്ക് ദൈവശബ്ദം കേട്ട് നമ്മൾ ദൈവത്തിന് എളിമയുള്ളവരായിരിക്കണം. ഇന്ന് നമ്മളെല്ലാവരും മനുഷ്യരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അവരുടെ മുമ്പിൽ തലകുനിക്കുന്നവരാണ്. നമ്മൾ ദൈവത്തിന് മുമ്പിൽ മാത്രമേ തലകുനിക്കുന്നവരാകുന്നവൻ അവൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ പുത്രനിൽ വിശ്വസിച്ച് നാം ഹൃദയം അത് മൃദുലമാക്കി യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാൻ തക്കൊണ്ട് നമ്മളെ സഹായിക്കട്ടെ. ദൈവശബ്ദം കേട്ട് വിശ്വസിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാവെ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ്സിന് വിരാമമിടാം. സ്വർഗീയ പിതാവേ, കേൾപ്പിച്ച വചനം അത് പരിശുദ്ധാത്മ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ തക്കവണ്ണം അത് ഞങ്ങളുടെ ഹൃദയത്തിൽ, ഞങ്ങളുടെ ചിന്തയിൽ, ഞങ്ങളുടെ വിശ്വാസ സംഹിതയിൽ മാറ്റങ്ങൾ വരുത്തുവാൻ തക്കവണ്ണം യാഥാർത്ഥ്യം ദൈവത്തിൽ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിച്ച്, ദൈവവചനത്തിലെ കാര്യങ്ങൾ വിശ്വസിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ ജീവൻ വാഴുവാൻ തക്കവണ്ണം, ഭരിക്കുവാൻ തക്കവണ്ണം, ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തോടെ പറഞ്ഞയക്കണമേ. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവേ. കേട്ടതിന് നന്ദി. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച കാണാം, കേൾക്കാം, തുടരാം.